ഹായ്. നമസ്കാരം. കഥകൾ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ഞാൻ ഇന്നൊരു അനുഭവവേദ്യമായ ഒരു കഥ, അതും ഒരു സ്ത്രീ തൻ്റെ ജീവിതത്തിൽ നേരിടേണ്ടി വന്ന വെല്ലുവിളികളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കഥ, അത്തരമൊരു സ്റ്റോറി ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുകയാണെന്ന്. സ്റ്റോറിയുടെ ടൈറ്റിൽ ഇതാണ്: നിനക്കൊരു വിവാഹം വേണമായിരുന്നുവെങ്കിൽ അത് നല്ല പ്രായത്തിലാകാമായിരുന്നില്ലേ ലക്ഷ്മി. ഇതാണ് ടൈറ്റിൽ. നല്ല പ്രായത്തിൽ വിവാഹം കൂടായിരുന്നോ? ഇതിപ്പോൾ മക്കൾ പ്രായപൂർത്തിയായി, മകളെ കെട്ടിച്ചയച്ചു പേരക്കുട്ടിയുമായി. മകനെ കെട്ടിക്കേണ്ട പ്രായത്തിലാ അവളുടെ ഒരു മുതുക്കൂത്ത്. നീ ഈ പ്രായത്തിൽ ഒരു വിവാഹം കഴിച്ചാൽ നിവ്യ മോളെ കെട്ടിച്ചയച്ച വീട്ടിൽ അവൾക്ക് പിന്നെ എന്താ ഒരു വില? നീരവിന് നല്ലൊരു വീട്ടിൽ നിന്നും പിന്നൊരു ബന്ധം കിട്ടുമോ? അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ നീ? ലക്ഷ്മിയെക്കുറിച്ച് അപവാദങ്ങൾ ഓരോന്നോരോന്നായി ബന്ധുക്കൾ പറഞ്ഞു തുടങ്ങുന്ന സമയം. ലക്ഷ്മിയുടെ മരിച്ചുപോയ ഭർത്താവ് ശേഖരന്റെ ചേട്ടൻ ശിവദാസൻ അമ്മയോട് കയർക്കുന്നത് കേട്ടുകൊണ്ടാണ് ലക്ഷ്മിയുടെ മകൻ നീരവ് വൈകിട്ട് ജോലി കഴിഞ്ഞു വീട്ടിലേക്ക് വന്നു കയറിയത്. നീരവ് നോക്കുമ്പോൾ ശിവദാസൻ വല്യച്ഛൻ ഒറ്റയ്ക്കല്ല. അച്ഛൻ്റെ 2 പെങ്ങന്മാരും കെട്ടിച്ചയച്ച നീരവിൻ്റെ പെങ്ങൾ നിവ്യയും അടക്കം വലിയൊരു പട തന്നെയുണ്ട് അമ്മയെ ക്രോസ് ചെയ്യാൻ. എല്ലാവരുടെയും മുന്നിൽ തലകുനിച്ച് ഒരു അപരാധിയെ പോലെ നിൽക്കുകയാണ് അമ്മ. ഉത്തരം ഞാൻ പറഞ്ഞാൽ മതിയോ എന്ന ചോദ്യം കേട്ട് എല്ലാവരും നീരവിൻ്റെ നേർക്ക് ഒന്ന് നോക്കി. എന്താ എല്ലാവർക്കും അറിയേണ്ടത്? എന്നോട് ചോദിക്കാം. സ്വല്പം ഗൗരവത്തിൽ തന്നെ നീരവ് പറഞ്ഞു. അല്ല മോനെ, ഈ പ്രായത്തിൽ ഇനി ലക്ഷ്മിക്കൊരു വിവാഹത്തിന്റെ ആവശ്യമുണ്ടോ? അതെല്ലാവർക്കും നാണക്കേടല്ലേ? ഞങ്ങളത് സംസാരിക്കുകയായിരുന്നു, നീരവിന്റെ അച്ഛൻ പെങ്ങൾ ഉടൻ പറഞ്ഞു. ഈ പ്രായത്തിൽ എൻ്റെ അമ്മ ഒരു വിവാഹം കഴിക്കുന്നതിൽ നാണക്കേടുള്ളവർ ആരും തന്നെ ഇനി ഈ പടി കയറണമെന്നില്ല. പിന്നെ ഈ പ്രായത്തിൽ എൻ്റെ അമ്മ വിവാഹം കഴിക്കുന്നതിൽ നാണക്കേടുള്ള അപ്പച്ചി തന്നെയാണല്ലോ കുറച്ചു നാൾ മുമ്പ് അപ്പച്ചിയുടെ ഭർത്താവിൻ്റെ അനിയൻ്റെ ഭാര്യ മരിച്ചപ്പോൾ അദ്ദേഹത്തെ കൊണ്ട് രണ്ടാമതൊരു വിവാഹം കഴിപ്പിക്കാൻ മുൻകൈയെടുത്തതും എല്ലാത്തിനും പിന്നിൽ നിന്നതും. അദ്ദേഹത്തിന് 60 വയസ്സ് പ്രായവും അന്നുണ്ടായിരുന്നില്ലേ? എൻ്റെ അമ്മയ്ക്ക് 50 തികഞ്ഞിട്ടില്ലല്ലോ ഇതുവരെ. നീരവ് കുറച്ച് ഗൗരവത്തിൽ തന്നെ പറഞ്ഞു. ആണുങ്ങളെ പോലെയാണോ പെണ്ണുങ്ങള്? ആണുങ്ങൾക്ക് എന്തിനും ഒരു കൈസഹായം വേണം എപ്പോഴും. ഭാര്യയില്ലാതെ തനിച്ചു ജീവിക്കാൻ അവർക്ക് പാടാ. അതുപോലെയാണോ ഇവളുടെ മുതുക്കൂത്ത്? അങ്ങനെ കെട്ടാൻ മുട്ടി നിൽക്കുമായിരുന്നുവെങ്കിൽ ശേഖരൻ മരിച്ച സമയത്ത് ആ ചെറുപ്രായത്തിൽ ആരെയെങ്കിലും പിടിക്കാമായിരുന്നില്ലേ ഇവൾക്ക്? അല്ലാതെ ഈ വയസ്സാം കാലത്ത് നാട്ടുകാരെ കൊണ്ട് പറയിക്കാൻ. എൻ്റെ ശേഖരന്റെ ആത്മാവ് ഇതൊക്കെ എങ്ങനെ സഹിക്കുമോ ആവോ. അപ്പച്ചി സാരി തലപ്പത്ത് കൊണ്ട് കണ്ണീരൊപ്പിയ ശേഷം പറഞ്ഞു. കണ്ണീരൊപ്പിയ ശേഷം പറഞ്ഞു. അച്ഛൻ്റെ ആത്മാവിന് വേദനിക്കുന്ന കാര്യമോർത്ത് കള്ളക്കണ്ണീരൊന്നും ഒഴുക്കല്ലേ അപ്പച്ചി. എൻ്റെ അച്ഛൻ മരിക്കുമ്പോൾ നിവ്യേച്ചിക്ക് 7 വയസ്സും എനിക്ക് 4 വയസ്സുമായിരുന്നു. അതുവരെ അച്ഛൻ്റെ തണലിൽ ജീവിച്ച അമ്മ എട്ടും പൊട്ടും തിരിയാത്ത ഞങ്ങൾ മക്കളെയും ചേർത്ത് പിടിച്ച് ഇനി മുന്നോട്ട് എന്ത് എന്നാലോചിച്ചൊരു എത്തും പിടിയുമില്ലാതെ നിന്നപ്പോൾ ഈ പറയുന്ന അപ്പച്ചി അടക്കം ആരും ഞങ്ങളെ തിരിഞ്ഞു നോക്കിയിട്ടില്ലല്ലോ. അന്ന് അച്ഛൻ്റെ ആത്മാവിന് വേദനിച്ച് അത്രയൊന്നും ഇനി എന്തായാലും വേദനിക്കാൻ പോകുന്നുമില്ല. അതുകൊണ്ട് ആ സെന്റിമെന്റ്സ് അപ്പച്ചി അങ്ങ് വിട്. നീരവ് അത്രയും പറഞ്ഞപ്പോൾ അപ്പച്ചി അടക്കം പലരും വായടഞ്ഞ പോലെ നിശബ്ദരായിരുന്നു. നീരവ് വീണ്ടും പറഞ്ഞു. അന്ന് തൊട്ട് ഒരു സുഖമോ സന്തോഷമോ എൻ്റെ അമ്മ അറിഞ്ഞിട്ടില്ല. ഒരു ജീവിതം മുഴുവൻ ഈ പാവം ഒഴിഞ്ഞു വെച്ചത് ഞങ്ങൾക്ക് വേണ്ടി മാത്രമായിരുന്നു. ഞങ്ങൾ മക്കളായ 2 പേർക്കും വേണ്ടി മാത്രം. മുണ്ട് മുറുക്കി കൊടുത്ത് കഷ്ടപ്പെട്ട അമ്മ ഞങ്ങളെ ഈ നിലയിൽ എത്തിച്ചത്. അതൊന്നും ഇവർക്ക് അറിയില്ലെങ്കിലും നിനക്കറിയാവുന്നതല്ലേടി നിവ്യേച്ചി. എന്നിട്ട് നീയും ഇവർക്കൊപ്പം ചേർന്ന് അമ്മയെ പ്രതിക്കൂട്ടിൽ നിർത്തിയല്ലേ? അല്ലെങ്കിലും എല്ലാവർക്കും സ്വന്തം ജീവിതമാണല്ലോ വലുത്. അന്ന് അമ്മ സ്വന്തം സുഖവും സന്തോഷവും നോക്കി പോയിരുന്നെങ്കിൽ ഇന്നിങ്ങനെ ചോദ്യം ചെയ്യാൻ മാത്രം നമ്മൾ വളരുമായിരുന്നില്ല. അതും നീ ഓർത്തോ? നീരവ് പറയുന്നതെല്ലാം കേട്ടുകൊണ്ട് കുറ്റബോധത്തോടെ കണ്ണു നിറച്ചു നിൽക്കാനേ നിവ്യക്കായുള്ളൂ. പിന്നെ അപ്പച്ചി ഒരു കാര്യം, ആണുങ്ങളെ പോലെ തന്നെ സ്ത്രീകൾക്കും മനസ്സും ആഗ്രഹങ്ങളും ഉണ്ട്. അത് അപ്പച്ചി അറിയുക. മുതുക്കൂത്ത് എന്ന് പറഞ്ഞ് നിങ്ങൾ എൻ്റെ അമ്മയെ അധിക്ഷേപിച്ചില്ലേ? കെട്ടാൻ മുട്ടി നിൽക്കുമായിരുന്നോ എന്ന് ചോദിച്ചില്ലേ? ഇതൊക്കെ പരിഹാസവാക്യങ്ങളല്ലേ നിങ്ങൾ ഉപയോഗിച്ചത് ഇപ്പോഴ്? നിങ്ങളൊക്കെ കരുതുന്ന പോലെ ശരീരസുഖത്തിന് വേണ്ടി മാത്രമല്ല വിവാഹം എന്നത്. ഒരു കൂട്ട്, സങ്കടങ്ങളിൽ ചാരാനൊരു തോൾ, സന്തോഷങ്ങൾ പങ്കുവയ്ക്കാനൊരു ഹൃദയം, അങ്ങനെ പലതുമാണ് ഒരു പങ്കാളി.
മഞ്ഞപ്പിത്തം ബാധിച്ചവർക്ക് എല്ലാം മഞ്ഞയായി തോന്നും. അതുകൊണ്ടാണ് നിങ്ങൾ എല്ലാം ആ കണ്ണിലൂടെ മാത്രം കാണുന്നത്. പിന്നെ ഇനി നിങ്ങളൊക്കെ പറഞ്ഞതുപോലെയാണെങ്കിൽ തന്നെ എന്താ അതിലൊരു തെറ്റ്? എന്റെ അമ്മ രഹസ്യമായി ഇവിടെ ആരെയും വിളിച്ചു കയറ്റുക ഒന്നും അല്ല ചെയ്തത്. 4 ആളറിഞ്ഞ് പരസ്യമായി വിവാഹം കഴിക്കാനാ പോകുന്നത്. ഡേറ്റ് തീരുമാനിക്കുമ്പോൾ ഞങ്ങൾ വന്ന് ക്ഷണിക്കും. ഇഷ്ടമുള്ളവർക്ക് വന്ന് പങ്കെടുക്കാം. പിന്നെ ഞങ്ങൾക്കൊരു കൈത്താങ്ങിന് ആരെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിച്ച നിമിഷങ്ങൾ ഒരുപാടുണ്ട് ജീവിതത്തിൽ. അന്നൊന്നും തിരിഞ്ഞു നോക്കാത്തവരുടെ ഉപദേശം ഇപ്പോൾ വേണ്ട. കുറ്റം പറയാനായി മാത്രം ആരും ഈ പടി കയറണമെന്നില്ല. പിന്നെ 2ാം വിവാഹം എന്നത് ലോകത്ത് നടക്കാത്തതൊന്നുമല്ലല്ലോ. അത്രയും എല്ലാവരെയും നോക്കി പറഞ്ഞ ശേഷം അമ്മയെ ചായ എടുത്തു വെക്ക്, ഞാനൊന്ന് ഫ്രഷായി വരാം എന്ന് പറഞ്ഞ് നീരവ് റൂമിലേക്ക് പോയി. വന്നവരൊക്കെ പല്ലിറുമ്മിക്കൊണ്ട് പുറത്തേക്കും ഇറങ്ങി. എല്ലാവരെയും വെറുപ്പിച്ചിട്ട് എന്തിനാ മോനെ ഈ വിവാഹം? ചർച്ചയും തീരുമാനങ്ങളും കഴിഞ്ഞ് എല്ലാവരും പടി ഇറങ്ങിയപ്പോൾ ലക്ഷ്മി മകനോടായി ചോദിച്ചു. മറുപടിയായി നീരവ് അമ്മയെ ചേർത്ത് പിടിച്ചു. എന്നിട്ട് പുഞ്ചിരിയോട് പറഞ്ഞു, എത്രയൊക്കെ സ്നേഹമുണ്ടെന്ന് പറഞ്ഞാലും ഞങ്ങൾ മക്കൾക്ക് പല പരിമിതികളുമുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയത് ചേച്ചിയുടെ വിവാഹത്തോടെയാണ്. എപ്പോഴും അമ്മയെന്ന് പറഞ്ഞു നടന്നവൾക്ക് പലപ്പോഴും സ്വന്തം കുടുംബത്തിലെ തിരക്കായപ്പോൾ അമ്മയെ ഒന്ന് വിളിക്കാൻ പോലും പലപ്പോഴും സമയം തികയാതെയായി. അത് അവളുടെ കുറ്റമല്ല, സാഹചര്യങ്ങൾ അങ്ങനെയാണ്. അവൾ പോയതോടെ അമ്മ ഒരുപാട് ഒറ്റപ്പെട്ടതായി എനിക്ക് തോന്നി. അതിനുശേഷമാണ് വർഷങ്ങൾ ആയുള്ള അമ്മയുടെ ഏകാന്തവാസത്തെ പറ്റി ഞാൻ കൂടുതൽ ചിന്തിക്കാൻ തുടങ്ങിയതും. അമ്മയുടെ മനസ്സ് മനസ്സിലാക്കിയപ്പോൾ, ഒറ്റപ്പെടൽ തിരിച്ചറിഞ്ഞപ്പോൾ അമ്മയ്ക്കൊരു കൂട്ട് വേണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും അതുകൊണ്ടാണ്. പറയുന്നവർ പറയട്ടെ അമ്മേ, എനിക്ക് അമ്മയുടെ സന്തോഷമാണ് വലുത്. മറ്റാരെന്ത് പറഞ്ഞാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. അമ്മ സന്തോഷമായിരുന്നാൽ മാത്രം മതി. പിന്നെ എന്റെ ഭാവിയെ പറ്റി ഓർത്ത് അമ്മ വിഷമിക്കുകയും വേണ്ട. ഇതൊക്കെ ഉൾക്കൊള്ളാൻ ആകുന്നൊരു കുട്ടി എന്റെ ജീവിതത്തിലേക്ക് വരും, അതെനിക്ക് ഉറപ്പാ. വരും മോനെ, അവൾ ഭാഗ്യവതിയുമായിരിക്കും. പെറ്റമ്മയെ മനസ്സിലാക്കിയവൻ അവളെയും പൊന്നുപോലെ നോക്കും എന്ന് ഈ അമ്മയ്ക്ക് ഉറപ്പുണ്ട്. മനസ്സിലാക്കപ്പെടുക എന്നതാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ ഭാഗ്യം. നിറഞ്ഞു വന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് ലക്ഷ്മി അമ്മ പറഞ്ഞു. ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ച അമ്മയുടെ മനസ്സും ഒറ്റപ്പെടലും എല്ലാം വെറും സ്വാർത്ഥതയുടെ പേരിൽ കണ്ടില്ല എന്ന് നടിക്കാൻ എനിക്കാവില്ല. അമ്മയ്ക്കൊരു കൂട്ട് വേണം. അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എങ്ങനെ നല്ലൊരു മകനാകും? പിന്നെ നമ്മൾ എന്ത് ചെയ്താലും പറയാനുള്ളവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് മറ്റുള്ളവർ എന്ത് പറയുമെന്ന് കരുതിയല്ല നമ്മുടെ സന്തോഷങ്ങൾക്കായി നാം ജീവിക്കേണ്ടത്. സ്നേഹക്കടലായി മകനത് പറയുമ്പോൾ സ്നേഹം എന്നത് വെറും വാക്കുകളിൽ ഒതുങ്ങേണ്ട ഒന്നോ നമ്മുടെ ഇഷ്ടത്തിന് മറ്റൊരാൾ ജീവിക്കണം എന്ന സ്വാർത്ഥതയോ അല്ല. പരസ്പരമുള്ള കരുതലാണ്, ബഹുമാനിക്കലാണ്, മനസ്സിലാക്കലാണ് സ്നേഹം എന്ന വാക്യത്തിന് കൂടെ അവിടെ അടിവരയിടുകയായിരുന്നു. ഇതാണ് കഥ. എങ്ങനെയുണ്ട്? ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക്, കമന്റ് ഒക്കെ ചെയ്യാൻ മറക്കല്ലേ. മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും കൂടി ശ്രദ്ധിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ സപ്പോർട്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച്.